ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. ഹൃദയ തകർച്ചയോടെ ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഒരു വലിയ നിലവിളിയോടെ കർത്താവിനോട് ഏറ്റുപറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഈ കൊച്ചു പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്. നമ്മുടെ ജീവിതത്തെ അനുദിനം കഴുകുവാൻ നാം കർത്താവിന് അനുവദിക്കണം. കർത്താവ് തൻ്റെ വചനത്താലും തൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാലും തൻ്റെ തിരുച്ചോരയുടെ അനന്തമായ കൃപയാലും നമ്മെ കഴുകുമ്പോൾ നമ്മളെല്ലാം വെണ്മയുള്ളവരായിത്തീരും. ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും കർത്താവിനാൽ കഴുകപ്പെടുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമർപ്പണം നമ്മൾ കർത്താവിനോട് നടത്തുന്നു. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഈ ഒരു നിലവിളിയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ പലപ്പോഴും നമ്മൾ കർത്താവിനെ സങ്കടപ്പെടുത്തി, കർത്താവിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചു, ദൈവവചനത്തോട് അനുസരണക്കേട് കാണിച്ചു, പോകേണ്ട വഴി മനസ്സിലാക്കിയിട്ടും നമ്മൾ വഴിതെറ്റിപ്പോയി. ഇതിനെല്ലാം ഓർത്ത് അനുതപിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിന് വേണ്ടി നമ്മളൊരു മനസ്സോട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന സഭാ സമൂഹത്തിലേക്ക്, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ തലങ്ങളിലേക്കും കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം അനേകമായിരങ്ങളെ തന്റെ തേജസ്സിനാൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിക്കുകയാണ്. സ്വർഗം നൽകുന്ന ഈ നവമായ അഭിഷേകം സ്വീകരിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുച്ചോരയാ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വമായി, കർത്താവിന്റെ തേജസ്സായി, ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യമായി ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിരന്തരം ഉണർത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരഘോഷത്തോടെ നമ്മൾ ഒന്നു ചേർന്ന് പരിശുദ്ധാത്മ ശക്തിക്കായി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി നമുക്കിന്ന് ആവശ്യം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിന്റെ ജീവദായകമായ ശക്തിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറകളിൽ, നമ്മുടെ വന്യവൈദികരിൽ, സമർപ്പിതരിൽ, നമ്മുടെ ആത്മായ പ്രേക്ഷിതരിലെല്ലാം ആത്മാവിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കരമടിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. We worship Lord.
to worship Holy Spirit, to worship our Father. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹോളി സ്പിരിറ്റ് ജനപദങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ, പരിശുദ്ധാത്മാവിന്റെ ഫയർ പ്രസൻസ്, ഈ സാന്നിധ്യം, ഈ സാന്നിധ്യത്താൽ പതിനായിരങ്ങളെ ചൂട് പിടിപ്പിക്കണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ദൈവത്തിന്റെ തീയായി കത്തണമേ, ദൈവത്തിന്റെ കാറ്റായി വീശണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്ത്. എല്ലാവരും ആഗ്രഹത്തോടെ പറഞ്ഞേ, മഴ പോലെ. അഭിഷേകത്തിന്റെ കൃപയുടെ ദൈവശക്തിയുടെ പെരുമഴ ഇപ്പോൾ ഈ സമയം പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് നമ്മൾ ഒന്നുചേർന്ന് പരിശുദ്ധാത്മ നിറവോടെ കർത്താവിനെ വിളിക്കുന്നു. യേശുവേ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ 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 വർഷിക്കണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീ പടരട്ടെ, പരിശുദ്ധാത്മാ കാറ്റ് വീശട്ടെ. പൈശാചിക വ്യാപാരങ്ങള്, ഇരുട്ടിന്റെ ശക്തികള്, അന്ധകാര പീഡകള്, നരകത്തിന്റെ ആധിപത്യങ്ങള്, തിന്മയുടെ കോലാഹലങ്ങള് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ, സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ. ദേശദേശാന്തരങ്ങളിൽ അഭിഷേകത്തിന്റെ കാറ്റ് വീശിയടിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താന്യ കെട്ടുകള്, പൈശാചിക പീഡകള്, നരകത്തിന്റെ സകലവിധ ആധിപത്യങ്ങള്, അന്ധകാരത്തിന്റെ എല്ലാവിധ കെട്ടുപാടുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം തകർക്കപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആയിരങ്ങൾ ഉണർത്തണമേ, പതിനായിരങ്ങളെ കർത്താവിനും അവിടുത്തെ സഭയ്ക്കുമായി ഉജ്ജ്വലിപ്പിക്കണമേ. സ്പിരിറ്റ് anoint us. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ അഭിഷേകം പെയ്തിറങ്ങട്ടെ, ദൈവകൃപ പെയ്തിറങ്ങട്ടെ, കർത്താവിന്റെ വചനം പെയ്തിറങ്ങട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി കർത്താവായ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ക്രിസ്തുമസിനായി നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥനാപൂർവം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഈ തപസ് കാലത്ത് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും സ്വർഗം നൽകുന്ന അവസരങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രാധാന്യമുള്ള നാളുകളാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മോട് ഒരുപോലെ വിളിച്ചു പറയുന്നത് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മീയമായി ഒരുങ്ങി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ലാഘവമായും തമാശയായും കർത്താവ് ദാനമായി തന്ന ഈ ജീവിതത്തെ നമ്മൾ ആരും നോക്കിക്കാണരുത്. അതീവ ജാഗ്രതയോടെ ഈ ലോകത്തിൽ ഈ ജീവിതം കർത്താവിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ജീവിതത്തിനെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം. യൂദത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 10-ാം തിരുവചനം. അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയും വിസ്മരിക്കുകയരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കുവാനോ വാളിനിരയാക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ മൂല്യം എത്ര പ്രാധാന്യത്തോടെയാണ്, ഗൗരവപൂർവമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കി കാണുന്നതെന്ന് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയും. യൂദിത്ത് പറയുന്ന മനോഹരമായൊരു വാക്കാണ്, ഞങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്തതല്ലാതെ, ഞങ്ങൾ ദൈവത്തിന് എതിരായി പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കാതെ ഞങ്ങളെ നശിപ്പിക്കുവാനോ വാളിനിരയാക്കുവാനോ ഉന്മൂലനം ചെയ്യുവാനോ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിനെതിരായി പാപം ചെയ്യാത്ത കാലത്തോളം ഞങ്ങളെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വളരെ ബോധ്യത്തോടെ യൂദിത്ത് വിളിച്ചു പറയുകയാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. വിശുദ്ധ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്ന കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെ മൂല്യം അത് വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. യൂദിത്ത് പറയാണ്, ഞങ്ങളെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കും. അപ്പോൾ മസിൽ പവർ കൊണ്ടോ ബ്രെയിൻ പവർ കൊണ്ടോ പൊളിറ്റിക്കൽ പവർ കൊണ്ടോ മണി പവർ കൊണ്ടല്ല അവരെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തത്. മറിച്ച് സർവശക്തനായ ദൈവം, സർവാധിപനായ കർത്താവ് ജയാളിയായി തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ജനത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയാതെ പോകുന്നത്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല.
കർത്താവ് നൽകുന്ന വിജയം, കർത്താവ് പകരുന്ന ശക്തി, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമുക്ക് ഒരുപാട് ഫലമാണത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 ഇതിനോട് ബന്ധപ്പെട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. വിശുദ്ധി അജയമായ പരിചയാണ്. വിശുദ്ധി അജയമായ പരിചയാണ്. ഒരു പരിച പോലെ നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ് വിശുദ്ധിയുടെ സൗന്ദര്യം. വിശുദ്ധ ജീവിതത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമുണ്ട്. അവർക്ക് ചുറ്റും കർത്താവ് തൻ്റെ കൃപയുടെ വേലി കെട്ടുന്നു. അവർക്ക് ചുറ്റും തീമതിലായി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തീക്കോട്ടയായി, അവരുടെ ജീവിതത്തിൻ്റെ മധ്യേ സർവശക്തനായ കർത്താവ് തന്നെയാണ് നിലയുറപ്പിക്കുന്നത്. സക്രിയ പ്രവചനം 2:5 കാണാൻ പറ്റും. സക്രിയ പ്രവചനം 9:8 ഇതിനോട് ബന്ധപ്പെട്ട വാഗ്ദാന വചനം കാണാൻ പറ്റും. ഒരു തിന്മയ്ക്കും കീഴടക്കുവാൻ കഴിയാത്ത വിധം, ഒരു അന്ധകാര ശക്തിക്ക് നമ്മൾ അടിക്കുവാൻ കഴിയാത്ത വിധം, ഈ ലോകത്തിൻ്റെ ഒരു വ്യാപാരത്തിനും നമ്മളെ സ്പർശിക്കുവാൻ കഴിയാത്ത വിധം തീ സാന്നിധ്യമായി, തീക്കോട്ടയായി നമുക്ക് ചുറ്റും കർത്താവ് മഹത്വമായി നിലയുറപ്പിക്കുകയാണ് വിശുദ്ധ ജീവിതത്തിൽ. ഇതാണ് നമ്മുടെ ഫലം. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശക്തി കെട്ടുപോയി. കുടുംബ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും കർത്താവ് ദാനമായി തന്ന വിശുദ്ധിയെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ശക്തി ക്ഷയിച്ചു. പിന്നെ ആർക്കും നമ്മൾ അടിക്കാൻ പറ്റും? ഏത് തിന്മയ്ക്കും കയറി നമ്മളെ തോണ്ടാൻ പറ്റും? നമ്മുടെ ജീവിതത്തെ ക്ഷയിപ്പിക്കുവാനും നമ്മിലേക്ക് പകരപ്പെട്ട കൃപകൾക്ക് മങ്ങലേൽപ്പിക്കുവാനും വളരെ എളുപ്പമാണ്. ദൈവത്തിൻ്റെ അരൂപി പറയുകയാണ്, ഇടകലരാത്ത ജനം. ഇവിടെ നമുക്കുള്ള ദൂതുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിരന്തരം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. വേറിട്ട് പാർക്കുന്ന ജനം, ഇതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? സംഖ്യയുടെ പുസ്തകം 23:23 പഠിപ്പിക്കുകയാണ്, ആഭിചാരം തൻ്റെ ജനത്തിന് ഏൽക്കുകയില്ല, ക്ഷുദ്രവിദ്യ, മന്ത്രവാദം, കൂടോത്രം, മറ്റു പല വിധത്തിലുള്ള ആഭിചാര ക്രിയകളൊന്നും തൻ്റെ ജനത്തിന് ഫലിക്കുകയില്ല. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം, പവർ. നമ്മളിന്ന് ഈ മന്ത്രവാദത്തെ ഭയപ്പെടുന്നു. പലരും ധ്യാനം കൂടി വചനം കേട്ടിട്ട് മന്ത്രവാദം പേടിയാണ് പലർക്കും. കൂടോത്രം പേടി, ആഭിചാര ക്രിയകൾ, മറ്റു പല ജിന്നിൻ്റെ പ്രവർത്തനങ്ങൾ, സാത്താൻ സേവകൾ, ഇതൊക്കെ കേട്ട പേടിയാണ് പലർക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നിനക്ക് തന്ന വിശുദ്ധിയെ നീ സൂക്ഷിക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തെ അടിക്കുവാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. ഇത് ദൈവത്തിൻ്റെ വചന പറയുന്നത്. തീമതിലായി, തീക്കോട്ടയായി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവാണ് നിന്റെ ജീവിതത്തിൻ്റെ മധ്യേ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, ആഭിചാര ക്രിയകൾ എൻ്റെ ജനത്തിന് ഫലിക്കുകയില്ല. വീണ്ടും സംഖ്യയുടെ പുസ്തകം 23:22 പറയുന്നുണ്ട്, കാട്ടുപോത്തിൻ്റേതുപോലെ കരുത്ത് എൻ്റെ ജനത്തിനുണ്ട്, കാട്ടുപോത്തിൻ്റേതുപോലുള്ള ബലം. അതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ. കാട്ടുപോത്ത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മൃഗമാണ്. ശക്തമായ സിംഹത്തെ പോലെ കുത്തി വീഴ്ത്തി തെറിപ്പിക്കാൻ നല്ലൊരു കാട്ടുപോത്തിനെ പറ്റും. കാട്ടുപോത്തിൻ്റേതുപോലുള്ള ബലം ആർക്ക്? എൻ്റെ ജനത്തിന്. അപ്പോൾ വിശുദ്ധിയുള്ളവർക്ക് വലിയ പവറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അത് മസിൽ പവർ അല്ല,
അത് മണി പവറോ പൊളിറ്റിക്കൽ പവർ ആവണമെന്നില്ല. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് ഹോളിനെസ്സിന്റെ പവർ, പരിശുദ്ധാത്മശക്തി. നമ്മൾ പാടിയില്ലേ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അപ്പൊ വിശുദ്ധിയുടെ ശക്തി അത് പരിശുദ്ധാത്മശക്തിയാണ്. കാട്ടുപോത്തിൻ്റെതുപോലുള്ള ഫലം. വീണ്ടും സംഖ്യായുടെ പുസ്തകം 23:21 പറയാണ്, ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. കർത്താവുടെ മധ്യ എപ്പോഴുമുണ്ട്. തൻ്റെ സാന്നിധ്യമാണ് തൻ്റെ ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ സാന്നിധ്യമാണ് തൻ്റെ ജനത്തെ വിശ്വസ്തയോടെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ സാന്നിധ്യമാണ് തൻ്റെ ജനത്തെ സംരക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരാഭിചാര ക്രിയകളും എൻ്റെ ജനത്തിന് ഫലിക്കുകയില്ല. എത്ര മനോഹരമായ തിരുവാക്യങ്ങളാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതം. ഈശോയുടെ തിരുബലി മാനവകുലത്തിൻ്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് കാരണമായി. എന്താ കാര്യം? ഇതാണ് അതിൻ്റെ പവർ. യോഹന്നാൻ സുവിശേഷം 8:46 കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ. എന്തൊരു തൻ്റെ ഇടത്തോടു കൂടി കർത്താവ് പറയുന്നത്. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? എല്ലാവരും വടഞ്ഞു പോവുകയാണ്. ഒരു കുറ്റം പോലും കർത്താവിൽ ആരോപിക്കാൻ തൻ്റെ കടുത്ത വിമർശകർക്ക് പോലും സാധിച്ചില്ല. കാരണം കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനായിരുന്നു. ഹെബ്രായ പുസ്തകം 7:26 പറയുന്നുണ്ട്, പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായ. അതുകൊണ്ടാണ് യേശുവിൻ്റെ കുരിശിലെ ബലി മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് കാരണമായത്. ക്രിസ്തു അർപ്പിച്ച തൻ്റെ പാപപരിഹാര ബലിയിലൂടെ എല്ലാ ജനപദങ്ങൾക്കും പാപമോചനവും രക്ഷയും കൈവന്നത്. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം കണ്ടു. അവിടുന്ന് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്. നമ്മുടെ അമ്മമാതാവിൻ്റെ ജീവിതം നന്ദി പറയണം. പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി കർത്താവ് നൽകിയല്ലോ. നമ്മുടെ അമ്മ മാതാവിൻ്റെ ജീവിതത്തിൻ്റെ കരുത്തെന്തായിരുന്നു? അമ്മയുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനയോ? അതൊന്നുമല്ല ദൈവമക്കളെ. അതൊക്കെ അതിൻ്റെ ആധാരങ്ങൾ, പ്രാർത്ഥനയൊക്കെ അതിൻ്റെ ആധാരമാണ്. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 1:28 വിശുദ്ധനായ ഗബ്രിയേൽ വന്ന് അമ്മയോട് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ പൂർണ്ണമായി നിറഞ്ഞവളെ. ഇതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം. എന്തുകൊണ്ടാണ് കൃപ പൂർണ്ണമായി നിറയപ്പെട്ടത്? ഹോളിനെസ്. വിശുദ്ധിയോടെ അമ്മ ജീവിച്ചു. ജനിച്ചപ്പോൾ തന്നെ ഉത്ഭവ പാപമില്ലാതെ അമലോത്ഭവയാണ്. ഉത്ഭവ പാപത്തിൻ്റെ കറ അമ്മയിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ കൃപയുടെ ഫുൾനെസ് പരിശുദ്ധ അമ്മ മാതാവിലുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിനും സാന്നിധ്യത്തിനും അമ്മയുടെ ശുശ്രൂഷകൾക്കും ഈ യുഗാന്ത്യ സഭയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവൾ വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് വാ. പക്ഷെ പത്രോസ്ലീഹ, ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണത്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-ഉം 16-ഉം തുടങ്ങുന്ന വചനങ്ങൾ. പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ പത്രോസ്ലീഹയുടെ നിഴലടിച്ചെങ്കിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ, പിശാച് ബാധിതർക്ക് ഡെലിവറൻസ് ഉണ്ടാകാൻ വഴിയരികിൽ കൊണ്ടുവന്ന് കിടത്തി. അവൻ്റെ നിഴലടിച്ചപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. കൂട്ട ഡെലിവറൻസ് ഉണ്ടായി. പിശാചുകൾ അലറി വിളിച്ച് അത് ആവശ്യം ചെയ്തത് വിട്ടുപോയി. വലിയ മിറാക്കിൾസ്, എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു.
പത്രോസിലാണ് നിഴലടിച്ചപ്പോൾ നിഴലിൻ്റെ ശക്തിയല്ല, ആ നിഴലിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലമാണത്. കർത്താവിനോട് ഐക്യപ്പെട്ട് പത്രോസ് അപ്പോസ്തലൻ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പവർ സ്ലീഹായോട് വെളിപ്പെടുകയാണ്. ഇന്ന് ലോകത്തിന് ആവശ്യം ഇതുപോലുള്ള വ്യക്തികളെ, ഇതുപോലുള്ള വൈദികരെ സഭയിൽ ധാരാളം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ കത്തിജ്വലിക്കുന്ന സമർപ്പിതർ സഭയിൽ എഴുന്നേൽക്കണം. കുടുംബസ്ഥരെ, ആത്മായ പ്രേക്ഷിതരെ, അവരിലൂടെ തന്നെ സഭയെ കർത്താവ് പടുത്തുയർത്തും. അവരിലൂടെ ഈ നാളുകളിൽ സാത്താൻ കോട്ടകളെ കർത്താവ് തകർത്ത് കളയും. അവരിലൂടെ ഈ ലോകത്തെ കർത്താവ് വിശുദ്ധീകരിക്കും. അത്തരം ആത്മാക്കളിലൂടെ കർത്താവ് അസംഖ്യം ആത്മാക്കളെ നിത്യജീവനായി നേടും. അതിലൊരുവനും ഒരുവളുമായി എനിക്കും നിനക്കും മാറാൻ കഴിയുമോ? ഈ ക്രിസ്മസ് വേളയിൽ കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട സമ്മാനം ഇതാണ്. യെസ് ലോർഡ്, ഐ ആം റെഡി. കർത്താവേ, നിന്റെ പരിശുദ്ധിയിൽ ചേർന്ന് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാം. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം കർത്താവേ എന്നിലേക്ക് പകരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് പറയാൻ പറ്റും? ഒരു തിന്മയ്ക്ക് അടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളെ, അപ്രകാരമുള്ള മിനിസ്ട്രികളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ നശിപ്പിക്കുവാനോ തകർക്കുവാനോ ഇല്ലാതാക്കുവാനോ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. ജീവിക്കുന്ന ദൈവം തീമതിലായി നിലകൊള്ളുകയാണ്. പരിച പോലെ പൊതിഞ്ഞു നിൽക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ? അപ്പോസ്തലപ്രവർത്തനം 19, 11, 12 വചനങ്ങൾ. പൗലോസ്ലീഹ ഉപയോഗിച്ച തൂവാലകൾ, അംഗവസ്ത്രങ്ങളെല്ലാം രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ട് അത്ഭുത സൗഖ്യങ്ങളുണ്ടായി, ഡെലിവറൻസുകളുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞൊഴുകുകയാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു ജീവിതം. അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ, നമ്മുടെ ഈ ജീവിതം കർത്താവിന് പ്രോഫിറ്റബിൾ ആകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ അതിനായി സഹായിക്കും. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സഹായവും, ശൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥവും, കർത്താവിൻ്റെ സകല വിശുദ്ധരുടെയും മലാഖമാരുടെയും നിരന്തരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാണ്. നമുക്കതിനായി ആഗ്രഹിക്കാം. കൂടുതൽ അടുത്തൊരുക്കത്തോടെ ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,